കാദിനാറ് കുവൈറ്റിൽ എവിടെ കിട്ടാന്? അപ്പൊ അടുത്ത സ്പെഷ്യല് മുർത്തപ്പം. മച്ചാ മീശ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനല്ല. നിങ്ങൾ ബീറപ്പറ്റി ആരും റിലേറ്റീവാ? ഇതൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഒരു സംഭവം ഉണ്ട്. ഇതാണ് നമ്മളെ ബോട്ടിക്കറി. ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാം. പോക്കറ്റ് കീറാണ്ട് പോവാ ചെറിയ പൈസ സാധാരണക്കാർ. പിന്നെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കുവൈത്ത് സിറ്റി മുർഗാവിലാണ്. മുർഗാവിൽ എന്ന് പറഞ്ഞെങ്കിൽ ഈ കാണുന്ന പോസ്റ്റ് ഓഫീസ്, ഇതിന്റെ ഈ തിട്ടക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഒരുപാട് നെസ്റ്റാൾജി ഉണ്ട്. കുവൈത്തിനൊക്കെ നിർത്തിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതൊന്നും അല്ല ഞാൻ പറയാൻ വേണ്ടിട്ട് വന്നത്. നമ്മൾ കുവൈത്ത് സിറ്റിയിൽ വന്നു കഴിഞ്ഞെങ്കിൽ ഹോട്ടലിലൊക്കെ കുറച്ച് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് നല്ല ചായ, അതുപോലെ തന്നെ നല്ല ഫുഡ് സാധാരണക്കാർക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് പോകുന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെ നമ്മളെ കൂട്ടുകാരൻ ബർസലുണ്ട്. ബർസൽ പോയാലാ? നമുക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചെങ്കിൽ മുർഗാബ് പോസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള എക്സ്ചേഞ്ച്. അവിടുന്ന് ഈ കാണുന്ന വലത്തോട്ട് കയറി കഴിഞ്ഞെങ്കിൽ ഇടത് സൈഡുള്ള പാർക്കിങ്ങിൻ്റെ സൈഡിലേക്ക് കൂടി കയറി കഴിഞ്ഞെങ്കിൽ അവിടെ ഒരു പെട്ടിക്കട കാണും. അത് കഴിഞ്ഞതിന് ശേഷം ആ രണ്ട് ചെടികളുടെ ഇടയിൽ നിൽക്കുന്നതാണ് ഈ ഒരു ഹോട്ടൽ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ചായ തന്നെയാണ്. ഫ്രഷ് മിൽക്കിലുള്ള ചായ, അതിനും 100 ഫിൽസ് മാത്രമേ ഉള്ളൂ. കുവൈറ്റിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഫ്രഷ് മിൽക്കിൽ ചായ കൊടുക്കുമ്പോൾ 150 ഫിൽസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇത് കുവൈത്ത് സിറ്റി ആയിട്ടും ഇവിടെ 100 ഫിൽസിനാണ് ഫ്രഷ് മിൽക്ക് ടീ കൊടുക്കുന്നത്. നമ്മുടെ കേരള സ്റ്റൈലുണ്ട്, തമിഴ്നാട് സ്റ്റൈലിലും ചായ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അവരടിച്ച് തരും. അപ്പോൾ അങ്ങനെ ഞാനും ഒരു ചായ അടിച്ചു. എനിക്ക് കുറച്ച് പൊടി കൂടുതൽ ഉള്ളതുകൊണ്ട് കുറച്ച് പൊടി കൂട്ടി അടിച്ചെടുത്തതാണ്. അപ്പോഴേ നമ്മളെ ഹോട്ടലിലെ ജ്യൂസ് ഐറ്റംസ് ഇത് കണ്ട, റോസ് മിൽക്ക്, അതുപോലെ തന്നെ ബദാം മിൽക്ക്, അതുപോലെ തന്നെ ലൈമോൺ, അതുപോലെ തന്നെ ഇത് നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മളെ മോരും വെള്ളം. ഇതിന് 150 ഫിൽസേ ഉള്ളൂ. ഈ ലൈമണ്ണും അതുപോലെ തന്നെ ഈ പിന്നെ നമ്മളെ മോരും വെള്ളത്തിനും. അതേപോലെ തന്നെ ബദാം മിൽക്ക്, അതുപോലെ തന്നെ റോസ് മിൽക്ക്, ഇതിനൊക്കെ വെറും കാദിനാറ്. കുവൈറ്റിൽ എവിടെ കിട്ടാന്? അപ്പൊ ഇത് ഈ ഒരു ഹോട്ടല് സാധാരണക്കാർക്ക് വരാൻ പറ്റിയ ഹോട്ടലാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ഫ്രഷ് ചായന്റെ കൂടെ എണ്ണക്കടി, എല്ലാ ഐറ്റംസും എണ്ണക്കടിയുണ്ട്. പരിപ്പോട്, അതുപോലെ തന്നെ ഉഴുന്നുവട, ഏതൊക്കെ എണ്ണക്കടി ഉണ്ട് അതൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കടല, പുഴുങ്ങിയ കടല ഹോട്ടൽ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ അങ്ങനെ ആയിട്ട് കാണാൻ കിട്ടില്ല, പക്ഷെ ഇവിടെ ഉണ്ട്. മലയാളി കസ്റ്റമർ തന്നെയാണ് ഇവിടെ കൂടുതലും വരുന്നുള്ളത്. ഇപ്പം ഞാൻ പോയപ്പോൾ അവിടെ മലയാളികളെ ഒരുപാട് കണ്ടു. അപ്പം പിന്നെ പൊറോട്ട ഐറ്റംസില്, പൊറോട്ട ഐറ്റംസ് ആണെങ്കിൽ എല്ലാ ടൈപ്പ് പൊറോട്ടയും ഇവിടെ ഉണ്ട്. നൂൽ പൊറോട്ട ഉണ്ട്, അതുപോലെ തന്നെ ബന്ന് പൊറോട്ട ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റൈൽ സാദാ പൊറോട്ട ഒക്കെ ഇവിടെ ഉണ്ട്. ചിക്കൻ നൂഡിൽസ്, ഇത് നല്ലതാണെന്നാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, സൂപ്പറാണ്. ഫസ്റ്റ് ആയിട്ട് കഴിക്കുന്നല്ലേ അല്ലേ? അപ്പോ ഈ വെറൈറ്റി ഒക്കെ ഇടക്കിടക്കൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്യണം. ഇത് മധുര സ്പെഷ്യൽ കരിദോശ. നമ്മൾ ഈ ഹോട്ടലിന്റെ ഷെഫാണിത്. മച്ചാ, ഈ കരിദോശ എന്ന് പറഞ്ഞാൽ കരി പൊട്ടിയിരിക്കല്ലേ, എണ്ണ പൊട്ടിയിരിക്കുന്നില്ല? ചിക്കൻ ആനിയൻ, ടൊമാറ്റോ, ഗാർലിക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, சால்ட், பெப்பர், கரம் மசாலா. மதுரை ஸ்பெஷல். முட்டை போட்டுருக்கோம். நம்ம தமிழன் உணவுக்கு வாங்க, நல்லா ஆதரவு கொடுங்க. நம்ம கடையில் வந்து ஃபுட்டு எல்லாமே நல்லா டேஸ்ட்டாக இருக்கும். எல்லாம் ஒரிஜினல் ஃபுட்டு தான், எந்த கலப்படமும் இருக்காது. நீங்கள் தாராளமாக நம்பிக்கையோட நம்ம கடையில் வந்து நீங்கள் சாப்பிட்லாம். அதுக்கு நாங்கள் கேரண்டி. தமிழன் உணவகமும் நாங்களும் கேரண்டி. അപ്പോൾ അടുത്ത സ്പെഷ്യല് മുർത്തപ്പം. അപ്പോൾ ഇത് മലയാളികൾക്ക് ഇതൊന്നും അറിയില്ല കേട്ടാ. ഇതൊക്കെ തമിഴ്നാട് സ്പെഷ്യലാണ്. മുർത്തപ്പം എന്ന് വെച്ചെങ്കിൽ കാണാനൊക്കെ നല്ല രസമുണ്ട്. തിന്നോക്കാം എങ്ങനെയുണ്ട്. കഴിക്കൂ. മച്ചാ ടേസ്റ്റ് പണ്ണ. ഇതിലും ചിക്കൻ ഉണ്ട്, എഗ് ഉണ്ട്, ഒനിയൻ ഉണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ് ഇതിലുണ്ട്. പൊളിയല്ലേ மச்சா? இந்த மீச டூப்ளிகேட்டா ஒரிஜினலா? இது நம்ம எப்போது ஒரிஜினல் கேட்டா. உங்களோட பீரை பற்றி யாரும் ரிலேட்டிவா? இது அவரு நம்ம தமிழர் தானே. எத்தனை மணிக்கு ஓபன் பண்ணுவோம்? காலையில் 6 மணிக்கு. 6 மணிலேருந்து இரவு 10:30 வரை. நைட்டு 10:30 வரை. சீப் ரைட்டு. எல்லாம் சீப் ரைட்டு. எல்லாம் நம்மளுடைய ட்ரெடிஷ்னல் ஃபுட்டு தான். എല്ലാവരും വാങ്ങേ. റൈറ്റ്. ഇപ്പം നമുക്ക് ഇതാ ബൻ പൊറോട്ട വന്നിട്ട്, അതുപോലെ തന്നെ നൂൽ പൊറോട്ട എന്ന് പറഞ്ഞാൽ പറയണ്ട അതിൻ്റെ കഥ, സൂപ്പറാണ്. അപ്പോൾ ഇത് ഞണ്ട് മസാലയാണ്, ക്രാബ് ഫ്രൈ. ഇത് ഡ്രാഗൺ
ചീസ് വൺ, അതുപോലെ തന്നെ ഇത് പെപ്പർ ചിക്കൻ, ഇത് ഡ്രാഗൺ മഞ്ചൂരി, അതുപോലെ തന്നെ ഇത് നമ്മുടെ ചിക്കൻ നൂഡിൽസ്. പിന്നെ ഇതൊന്നും അല്ല ഇവിടെ ഉള്ളത്, ഒരു സംഭവമുണ്ട്. ഇതാണ് നമ്മളെ ബോട്ടിക്കറി, മലയാളത്തിൽ പറഞ്ഞെങ്കിൽ നമ്മളെ കൊടൽ കറി. ഇത് ഒരുവിധമുള്ള സ്ഥലത്തൊന്നും കിട്ടൂല, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളെ കരള്, ലിവർ ഫ്രൈ എന്ന് പറയും. ഇത് ബീഫ് കറി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. അതുപോലെ തന്നെ ഇത് ചിക്കൻ കറി, ഇത് മട്ടൻ കറി. പിന്നെ പൊറോട്ട എന്നെല്ലാം പറഞ്ഞെങ്കിൽ എല്ലാ ഐറ്റംസും പൊറോട്ട ഉണ്ട്. നോർമൽ പൊറോട്ട ഉണ്ട്, അതുപോലെ തന്നെ ബൻ പൊറോട്ട ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ നൂൽ പൊറോട്ട ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ? ഒന്നാമത് പ്രൈസ് തന്നെയാണ്. നമ്മൾ മറ്റുള്ള റെസ്റ്റോറൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് വന്നിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. പോക്കറ്റ് ഫ്രണ്ട്ലി റെസ്റ്റോറന്റ് ആണ് സത്യം. ബോട്ടിക്കറി പൊടിയാ. മട്ടൻ കറി എങ്ങനെ നോക്കിയാ? മട്ടൻ കറി എങ്ങനെ നോക്കിയാ? നല്ല സ്മൂത്ത് അല്ല ഇറച്ചി? ബൻ പൊറോട്ട. നമുക്ക് ചിക്കൻ പപ്പർ എങ്ങനെയുണ്ടോ നോക്കാം. ചോദിക്കാ പപ്പർ എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ മക്കളെ ഒക്കെ പൊളിയാണ്, നല്ല ഫുഡാണ് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുന്നത്. നമുക്ക് നല്ല വിശക്കുന്നുണ്ട്, കുറെ സമയം വീഡിയോ എടുക്കുന്നത്. അപ്പൊ കഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ളത്. അപ്പൊ അങ്ങനെ സുഹൃത്തുക്കളെ ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അതായത് നമുക്ക് സാധാരണക്കാർക്ക് വരാൻ വേണ്ടി പറ്റുന്ന ഹോട്ടലാണ്. അപ്പൊ ഇത് റെസ്റ്റോറന്റ് ഏതെന്നല്ലേ? ഇതുണ്ടാ തമിഴൻ റെസ്റ്റോറന്റ് മുർഗാബ്. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാം, പോക്കറ്റ് കീറാണ്ട് പോവാ, ചെറിയ പൈസക്ക് സാധാരണക്കാർ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഫ്രഷ് മിൽക്കില് അടിപൊളി ചായ 100 ഫിൽസേ ഉള്ളൂ. ചായ മാത്രമല്ല, കാപ്പി 100 ഫിൽസേ ഉള്ളൂ. അത് എടുത്ത് പറയേണ്ടതാണ്. ആ മക്കളെ, നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന പൈസക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഫ്രണ്ട്ലി. അപ്പൊ വീണ്ടും കാണുന്നത് വരെ എല്ലാവരോടും സ്നേഹം മാത്രം.